നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സോളാർ സമരം ഒഴിവാക്കാൻ ഇടപെട്ടുവെന്ന ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തള്ളി ജോൺ ബ്രിട്ടാസ് MP. സമരം ഒത്തുതീർപ്പാക്കാൻ തന്നെ വിളിച്ചത് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിളിച്ചത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ. CPIM പ്രതിനിധിയായാണ് തിരുവഞ്ചൂരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ജോൺ ബ്രിട്ടാസ് MP. സമരം ഒത്തുതീർപ്പാക്കാൻ തന്നെ ആദ്യം വിളിച്ചത് ജോൺ ബ്രിട്ടാസ് MP എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾ നടന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂരിനെയും മുണ്ടക്കയത്തെയും തള്ളി ചെറിയാൻ ഫിലിപ്പ്. ജോൺ ബ്രിട്ടാസ് വിശദീകരിച്ചത് പൂർണ്ണമായും ശരി. തിരുവഞ്ചൂർ തന്റെ ഫോണിലേക്കാണ് വിളിച്ചത്. താൻ ഫോൺ ബ്രിട്ടാസിന് കൈമാറുകയായിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പ്. കേജ്രിവാളിന്റെ PAക്കെതിരായ സ്വാതി മലിവാളിന്റെ പരാതിയിൽ അസാധാരണ നടപടിയുമായി ദില്ലി പോലീസ്. സ്വാതി മലിവാളിനെ കേജ്രിവാളിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. നടപടി കേജ്രിവാളിനെതിരായ BJP ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ആം ആദ്മി. ദില്ലി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദില്ലി കോടതിയിൽ പുതുതായി ഫയൽ ചെയ്ത അനുബന്ധ കുറ്റപത്രത്തിലാണ് കേജ്രിവാളിനെയും പാർട്ടിയെയും പ്രതി ചേർത്തത്. കേസിൽ ED സമർപ്പിക്കുന്ന 8ാമത്തെ കുറ്റപത്രമാണിത്. സുധാകരനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ A ഗ്രൂപ്പ്. ലത്തീഫിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് നടപടി റദ്ദാക്കിയത് ഹസനെ അപമാനിക്കുന്ന വിമർശനം. മുതിർന്ന നേതാവിനെ സുധാകരൻ അപമാനിച്ചെന്ന A വിഭാഗം. ഹൈക്കമാൻഡിനെ നേരിട്ട് കാര്യങ്ങൾ അറിയിക്കാൻ സുധാകരൻ ദില്ലിക്ക്. സുധാകരൻ BJPയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന് മുൻ DCC ജനറൽ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. BJPയിലെ 2 പ്രധാന നേതാക്കൾ സുധാകരന്റെ പാർട്ടി പ്രവേശനത്തെ എതിർത്തു. അതിനാലാണ് സുധാകരൻ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നതെന്നും VN ഉദയകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന ഗുരുതര ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണമാണ് ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയത്. MM ഹസൻ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു ആരോപണം. പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ ഒഴിവാക്കിയ ആകാശവാണിയും ദൂരദർശനും. ഒഴിവാക്കിയത് യെച്ചൂരിയുടെയും ദേവരാജന്റെയും പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ. വിലക്കിയത് മുസ്ലിം കാടൻ നിയമങ്ങൾ എന്നീ പരാമർശങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമെന്ന് വിശദീകരണം. ജയരാജൻ വധശ്രമ കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ ജയരാജൻ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചു. അപ്പീലിൽ എല്ലാ പ്രതികൾക്കും സുപ്രീംകോടതിയുടെ നോട്ടീസ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന് സഹായം നൽകിയ മാങ്കാവ് സ്വദേശി രാജേഷിന് ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിച്ചത് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. പ്രതി രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നെന്ന് രാജേഷ്. രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ്. കേന്ദ്ര ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഹരിയാനയിൽ കർഷക പ്രക്ഷോഭം അതിരൂക്ഷം. അമിത്ഷായുടെ 3 റാലികൾ റദ്ദാക്കി. മോദി പങ്കെടുക്കുന്ന റാലികളുടെ കാര്യത്തിലും അനിശ്ചിതത്വം. 5ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കലാശക്കൊട്ട് നാളെ. 49 മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത് തിങ്കളാഴ്ച. ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും അധിക്ഷേപിച്ച കേസിൽ KS ഹരിഹരൻ അറസ്റ്റിൽ. നടപടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നൽകിയ പരാതിയിൽ. ഹരിഹരനെ ജാമ്യം നൽകി വിട്ടയച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അതിശക്ത മഴ. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ 377 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം. 2 പതിറ്റാണ്ടിന് ശേഷമാണ് കപിൽ സിബൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത്. ജ്ഞാനായ യാക്കോബായ മെത്രോപോലിത്തെ സസ്പെൻഡ് ചെയ്തത് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേറിയൂസിനെ. ഇന്നലെ മാർ സെവേറിയൂസിൽ നിന്നും സഭാ നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. നടപടി വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ. തമിഴ്നാട് കുറ്റാലം വെള്ളച്ചാട്ടത്തിലെ ശക്തമായ നീരൊഴുക്കിൽപ്പെട്ട് 17കാരൻ മരിച്ചു. തിരുനെൽവേലി സ്വദേശി അശ്വിനാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്ക്. കാസർഗോഡ് തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. 1ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി അഭിജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ച സംഭവത്തിൽ ഒരാൾ പ്രദേശവാസിയായ ഒരാളാണ്. ഇയാൾ കസ്റ്റഡിയിലുള്ളതായി സൂചന. മയക്കുമരുന്ന് കേസിലടക്കം പ്രതിയായ ഒരാളാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് നിഗമനം. കാലടി മറ്റൂരിൽ ടിപ്പർ സ്കൂട്ടറിൽ തട്ടിയ അപകടം. സ്കൂട്ടറിലെ പെൺകുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. കേരള ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റും DFA സെക്രട്ടറിയുമായ ഡേവിസ് മൂക്കൻ അന്തരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗമാണ്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ബൈക്കിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുകയും സ്ത്രീകളുടെ മാല പൊട്ടിക്കുകയും ചെയ്ത കേസിലെ പ്രതികൾ തൃശൂരിൽ പോലീസ് പിടിയിൽ. സാജുദ്ദീൻ, അനുരാഗ് എന്നിവരാണ് പിടിയിലായത്. ഇരുവരും നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണ്. തലസ്ഥാനത്ത് ലുലു ഫാഷൻ വീക്ക് 2ാം സീസണ് തുടക്കം. മിസ് ഗ്രാൻഡ് ഇന്ത്യ പ്രാചി നാഗ്പാൽ റാംബിൽ ചുവടുവെച്ച ഫാഷൻ വീക്ക് ഉദ്ഘാടനം ചെയ്ത് ആദ്യ ദിനം തന്നെ 5 ഫാഷൻ ഷോകളിലായി രാജ്യത്തെ പ്രമുഖ മോഡലുകൾ റാംബിലെത്തി. അങ്കമാലി മഞ്ഞപ്ര റോഡിന്റെ വശങ്ങളിൽ നിർമ്മിച്ച കാന തുറവൂർ ചരിത്ര ലൈബ്രറിക്ക് സമീപം ഇടിഞ്ഞു വീണു. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ കരിങ്കല്ലുകൾ അടുക്കി നിർമ്മിച്ച കാനയുടെ ഭിത്തിയാണ് ഇടിഞ്ഞു തകർന്നത്. മാമ്പഴ ഉൽപ്പാദനത്തിൽ ലോകപ്രശസ്തമായ മുതലമടക്കി ഇക്കുറിയും മധുരമില്ലാതെ മാമ്പഴക്കാലം. മാങ്ങ ഉൽപ്പാദനം കുറഞ്ഞതും വിപണിയിലെ വിലയിടിവും പ്രതികൂല കാലാവസ്ഥയും കീടങ്ങളുടെ ആക്രമണവുമാണ് കർഷകർക്ക് തിരിച്ചടിയായത്. എറണാകുളം വേങ്ങൂരിലുണ്ടായ മഞ്ഞപ്പിത്ത ബാധയിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. 2 ആഴ്ചയ്ക്കുള്ളിൽ മൂവാറ്റുപുഴ RDO അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. പണം വാങ്ങി പെൺവാണിഭം നടത്തിവന്ന പെരുമ്പാവൂരിലെ ലോഡ്ജിൽ പോലീസ് റെയ്ഡ്. ലോഡ്ജ് മാനേജർ, ഇടനിലക്കാരൻ, ഇടപാടുകാർ എന്നിങ്ങനെ ഒരു സ്ത്രീ അടക്കം 4 പേരെ പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. അപ്പർ കുട്ടനാട്ടിലെ പെരിങ്ങരയിൽ ചോളകൃഷിയിൽ പരീക്ഷണത്തിനൊരുങ്ങി വനിതാ കർഷക കൂട്ടായ്മ. കൃഷിവകുപ്പിന്റെയും പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് മേഖലയിൽ പുതിയ കൃഷിരീതിക്ക് വനിതാ കൂട്ടായ്മ തുടക്കം കുറിച്ചിരിക്കുന്നത്. സമ്മിശ്ര കൃഷിയിൽ വിജയം കൊയ്യുകയാണ് കാസർഗോഡ് പൈവളികയിലെ രേഖ. 2 പതിറ്റാണ്ടിലേറെയായി രേഖ കാർഷിക രംഗത്ത് സജീവമാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കൊല്ലം തുറമുഖ വികസനത്തിന് സാധ്യതയേറുമെന്ന് PK ഗുരുദാസൻ.
KGOA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത PK ഗുരുദാസൻ. യാത്രക്കാരൻ റെയിൽവേ ജീവനക്കാരനെ കുത്തിക്കൊന്നു. ടിക്കറ്റില്ലാതെയുള്ള യാത്ര ചോദ്യം ചെയ്തതിനായിരുന്നു ആക്രമണം. മുംബൈ ബംഗളൂരു ചാലുക്യു എക്സ്പ്രസിലാണ് സംഭവം. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് വീണ് കർണാടക സ്വദേശിക്ക് ദാരുണ അന്ത്യം. ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് കടക്കുമ്പോഴാണ് അപകടം. കർണാടക തൂംകൂർ സ്വദേശി ബാലകൃഷ്ണനാണ് കാൽ വഴുതി കായലിലേക്ക് വീണത്. ജലവൈദ്യുത പദ്ധതികളിലെ ഉൽപ്പാദന ശേഷമുള്ള ജലം പുനരുപയോഗിച്ച് വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പമ്പ്ഡ് സ്റ്റോറേജ് സംവിധാനം സംസ്ഥാനത്ത് നടപ്പാക്കും. ആദ്യഘട്ടത്തിൽ 753 കോടി രൂപയുടെ പമ്പ്ഡ് സ്റ്റോറേജ് സംവിധാനം ആരംഭിക്കാനാണ് KSEBയുടെ ആലോചന. പ്രബീർ പുരസ്കാരസ്ഥയുടെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് കണ്ടെത്തി റദ്ദാക്കിയ സുപ്രീം കോടതി വിധി മലയാള മനോരമയ്ക്ക് മാത്രം കാര്യമായ വാർത്തയായില്ല. BBC, അൽ ജസീറ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ ദേശീയ മാധ്യമങ്ങളും പ്രബീറിൻ്റെ മോചനം വാർത്തയാക്കിയിട്ട് മനോരമയ്ക്ക് മിണ്ടാട്ടമില്ല. കൊല്ലം തീരത്ത് നിന്ന് കടലിലേക്ക് നീങ്ങാൻ ഇക്കുറി കടലാമ കുഞ്ഞുങ്ങളില്ല. ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമയിട്ട 750 മുട്ടകളും നശിച്ചു. കടുത്ത ചൂടും കടലേറ്റത്താൽ നനഞ്ഞതുമാണ് മുട്ടകൾ നശിക്കാൻ കാരണം. ചാലക്കുടി വൈറ്റിലപ്പാറയിലെ ജനവാസ മേഖലയിൽ ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കണ്ട സാഹചര്യത്തിൽ കൂടുതൽ ചീങ്കണ്ണികൾ പ്രദേശത്തുണ്ടാകുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2024 ജൂൺ 1 20 വയസ്സ് കവിയാത്തവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2 വർഷം ഇളവ് ലഭിക്കും. ഷെയർ ട്രേഡിംഗിൽ ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് 100-ലധികം പേരിൽ നിന്നായി 25 കോടിയോളം രൂപ തട്ടിയെടുത്തയാൾ അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി സുനീഷ് നമ്പ്യാരെയാണ് കൊച്ചി ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിയാൻ AI ക്യാമറ സ്ഥാപിക്കുന്നു. നിരീക്ഷണ സംവിധാനത്തിന്റെ ആദ്യഘട്ട പരീക്ഷണം പാലക്കാട് പന്നിമട വനമേഖലയിൽ. രാത്രിയിലും പകലിലും ചിത്രം പകർത്താൻ കഴിയുന്ന തെർമൽ ക്യാമറയുടെ പരീക്ഷണമാണ് നടന്നത്. ഡോക്ടർ അജയൻ കൂടലിന്റെ കഥകളായ ആരും പറയാത്ത കഥയുടെ പ്രകാശന ചടങ്ങ് മെയ് 19 വൈകിട്ട് 4:30 തിരുവനന്തപുരം മുണ്ടശ്ശേരി ഹാളിൽ നടക്കും. പുസ്തകം അടൂർ ഗോപാലകൃഷ്ണൻ മീര സാഹിബിന് നൽകി പ്രകാശനം ചെയ്യും. ഗ്രീൻ ബുക്സ് ആണ് പ്രസാധകർ. ഉൽപ്പന്നങ്ങളിലെ എഥിലീൻ ഓക്സൈഡിന്റെ ഉപയോഗത്തിന് പരിധി നിശ്ചയിക്കണമെന്ന് അന്താരാഷ്ട്ര സമിതിയോട് ആവശ്യപ്പെട്ട ഇന്ത്യ. കീടനാശിനി അംശം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ ബ്രാൻഡുകളുടെ വിൽപ്പന നിരോധന ഭീഷണിക്കിടെയാണ് ഇന്ത്യയുടെ ഇടപെടൽ. പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഇടിമിന്നലേറ്റ് 3 കുട്ടികളടക്കം 11 പേർ മരിച്ചു. 2 പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവിധയിടങ്ങളിലായാണ് മിന്നൽ അപകടം നടന്നത്. പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി മാൽത്തി ജോഷി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഔറംഗാബാദിൽ ജനിച്ച ജോഷിക്ക് 2018 പത്മശ്രീ ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ദക്ഷിണേഷ്യയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ മണിപ്പൂരികൾ. സംഘർഷവും അക്രമവും കാരണം 69,000 പേരാണ് 2023 ദക്ഷിണേന്ത്യയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത്. 2018 ശേഷം കുടിയിറക്കം വർദ്ധിച്ചതായി IDMC റിപ്പോർട്ട് പറയുന്നു.
രാജസ്ഥാനിലെ കോട്ടയിൽ മാതാപിതാക്കൾ കാറിനുള്ളിൽ മറന്നുവെച്ച 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കുട്ടിയെ കാറിൽ വെച്ച ശേഷം വിവാഹത്തിൽ പങ്കെടുക്കാനായി പോയ മാതാപിതാക്കൾ തിരിച്ചെത്തിയപ്പോൾ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. കാറിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഇൻസ്റ്റഗ്രാം ലൈവ് നൽകുന്നതിനിടെയുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ ദേശീയപാത 48-ലാണ് അപകടം. ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയലിന്റെ ഭാര്യ അനിത ഗോയൽ അന്തരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മുംബൈയിൽ കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണ് 16 പേർ മരിക്കുകയും 74 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പരസ്യ ഏജൻസി ഉടമ അറസ്റ്റിൽ. ഇഗോ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ ഭവേഷ് ഭിണ്ടെയാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. മഴ കനത്ത നാശം വിതച്ചതിനെ തുടർന്ന് മഴ നിയന്ത്രിക്കാൻ ക്ലൗഡ് സീഡിംഗ് നടത്തി ഇന്തോനേഷ്യ അധികൃതർ. സുമാത്ര ദ്വീപിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 67 പേർ മരിക്കുകയും 20 പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. കാർബൺ പുറന്തള്ളൽ തടയാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏഷ്യയെ കാത്തിരിക്കുന്നത് മഹാദുരന്തങ്ങളുടെ ഘോഷയാത്ര. പഠനവുമായി ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് ഗ്രന്ഥാം ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് വിഭാഗത്തിലെ മലയാളി ഗവേഷകയും സംഘവും. തെക്കൻ ഗാസയിൽ റഫയിലെ 3 മേഖലകളിലും വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിലും ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷമായ യുദ്ധം തുടരുന്നു. ഇരുപക്ഷത്തും വൻ ആൾനാശമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ നേട്ടങ്ങളും പാകിസ്ഥാനിലെ കറാച്ചിയുടെ അവസ്ഥയും താരതമ്യം ചെയ്ത മുത്തഹിദ ഖ്വാമി മൂവ്മെന്റ് പാകിസ്ഥാൻ നേതാവ് സയ്യിദ് മുസ്തഫ കമാൽ. ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ തുറന്ന ഓടകളിൽ വീണ് കുട്ടികൾ മരിക്കുന്നതാണ് കറാച്ചിയിൽ നിന്നുള്ള വാർത്തയെന്ന സയ്യിദ് മുസ്തഫ കമാൽ പാക് നാഷണൽ അസംബ്ലിയിൽ ചൂണ്ടിക്കാട്ടി. വെടിവയ്പിൽ പരിക്കേറ്റ സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി അപകടനില തരണം ചെയ്തതായി ഉപപ്രധാനമന്ത്രി. നിരവധി തവണ വെടിയേറ്റ പ്രധാനമന്ത്രിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞതായും ഉപപ്രധാനമന്ത്രി തോമസ് തരാബ വിശദമാക്കി. ആദിവാസി യുവാവിന്റെ മൃതദേഹം വികൃതമാക്കിയതിന് ഏറെ പഴികേട്ട ടാസ്മാനിയയിലെ ഓസ്ട്രേലിയൻ അധികാരിയുടെ പ്രതിമ നശിപ്പിച്ച് അജ്ഞാതർ. ആദിവാസി യുവാവിനോട് അനീതി കാണിച്ച വില്യം ക്രൗത്തറിന്റെ പ്രതിമ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ടാസ്മാനിയയിൽ ഏറെക്കാലമായി പ്രതിഷേധം നടന്നിരുന്നു. അമേരിക്കയിലെ ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിൽ ഇടിച്ച കണ്ടെയ്നർ കപ്പൽ പാലത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനായി നടത്തിയത് നിരവധി നിയന്ത്രിത സ്ഫോടനങ്ങൾ. ഷിപ്പിനുള്ളിൽ കപ്പലിലെ ജീവനക്കാരുള്ള സമയത്ത് തന്നെയായിരുന്നു നിയന്ത്രിത സ്ഫോടനങ്ങൾ നടത്തിയത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ സയ്യിദ് അൻവർ സ്ത്രീകളുടെ ജോലി സംബന്ധിച്ച് നടത്തിയ പരാമർശങ്ങൾ വിവാദത്തിൽ. സ്ത്രീകൾ ജോലിയിൽ പ്രവേശിക്കുന്നത് വർദ്ധിച്ചതോടെ വിവാഹമോചനങ്ങൾ കൂടിയെന്ന പരാമർശങ്ങളാണ് വിവാദമായത്. സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി ലോറൻസ് വോങ് സത്യപ്രതിജ്ഞ ചെയ്തു. 2 ദശകം നീണ്ട ഭരണത്തിന് ശേഷം സ്ഥാനമൊഴിഞ്ഞ ലീ ഷിയാൻ ലൂങ്ങിന്റെ പിൻഗാമിയായാണ് ഉപപ്രധാനമന്ത്രിയായിരുന്ന വോങ് അധികാരമേൽക്കുന്നത്. സംസ്കൃതി ഖത്തർ മെൻസ് ഡബിൾ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. മെയ് 17 വെള്ളിയാഴ്ച ബിൻ മഹമ്മൂദിലുള്ള മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ അക്കാദമിയിൽ വെച്ചാണ് ടൂർണമെന്റെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
NSS സലാലയുടെ അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. G. സേതുകുമാർ പ്രസിഡന്റും സതീഷ് എ. നായർ ജനറൽ സെക്രട്ടറിയും ഗോപൻ ഐരൂർ ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. അധ്യയന വർഷത്തോടനുബന്ധിച്ച് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജയിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണി സംഘടിപ്പിച്ചു. ഷാർജ സിവിൽ ഡിഫൻസ് അതോറിറ്റിയിലെ അമൽ ഓത്മാൻ, സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഷാജഹാൻ എന്നിവർ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സലാലയിലെ നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിലെ നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ശ്രദ്ധേയമായി. ഗുരു ശ്രീമതി ശില്പ ജോൺസന്റെ കീഴിൽ 16 കുട്ടികളാണ് അരങ്ങേറ്റം കുറിച്ചത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.